ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജോഷി ഓടേറ്റിൽ, ജോഷ് ടൂർസ്, റോം, ഇറ്റലി ആൻഡ് കൊച്ചി. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു യൂറോപ്പ് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 12,000-ഓളം ആൾക്കാർ കണ്ടു. പലരും നമ്മളെ നേരിട്ട് വിളിക്കുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ യൂറോപ്പിലേക്ക് ടൂർ വരുന്നതിൽ നല്ലൊരു ശതമാനം ആൾക്കാരുടെയും ഏറ്റവും കൂടുതൽ അവർ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് റോം, ഇറ്റലി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ദ ഹോളി സീയുടെ ക്യാപിറ്റലാണ് റോം. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും റോം ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളാണ് നല്ലൊരു ശതമാനം ഉള്ളത്. ഇനി അതല്ല, ഇപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സിലൊക്കെ നല്ലൊരു ശതമാനം ആൾക്കാർ അന്യമതസ്ഥരുണ്ട്. അതായത് മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്. ഇവരൊക്കെ ആണെങ്കിലും അവർക്ക് റോമിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് വത്തിക്കാൻ, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, അതുപോലെ പോപ്പിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നല്ലൊരു ശതമാനം അന്യമതസ്ഥരും. അതുകൊണ്ട് തന്നെ റോമിൽ നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട കുറച്ച് സ്ഥലങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ഇപ്പം റോമിൽ ഏറ്റവും ഫസ്റ്റായിട്ട് കാണേണ്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ചിലർ പറയും കൊളോസയാണെന്ന്, ചിലർ പറയും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ്. ഏതായാലും നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ 1507 സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പണി തുടങ്ങുന്നത്. 1627 അതിൻ്റെ പണി തീരുന്നത്. അത് 312 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ആദ്യമായിട്ട് പത്രോസ്ലിഹാനെ അടക്കിയിരിക്കുന്ന സ്ഥലത്തിന് മുകളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം അനുവദിക്കുന്നത്, കോൺസ്റ്റന്റൈൻ സെക്കൻഡ്. അപ്പം അവിടുന്ന് ഇങ്ങനെ പല പല പള്ളികൾ പണിത് പിന്നെ ഇപ്പോഴത്തെ പള്ളിയാണ് ഞാൻ ഈ പറഞ്ഞ 1507 തുടങ്ങി 1627 തീർന്ന് ഇപ്പോഴും നിലവിലിരിക്കുന്ന പള്ളി. ഞാനിങ്ങനെ ഓരോന്നും വിശദമായിട്ട് പറഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ചരിത്ര ഗവേഷകനൊന്നുമല്ല, വെറും ഒരു ടൂർ ഓപ്പറേറ്ററാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം നമുക്ക് ഒന്നാമതായിട്ട് കാണേണ്ടത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നമുക്ക് കയറുന്നതിന് എൻട്രൻസ് ഫീ ഇല്ല. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ 1 മണിക്കൂറെങ്കിലും ക്യൂ നിൽക്കാതെ അതിനകത്ത് കയറാൻ പറ്റില്ല. പിന്നെ അതിനകത്ത് ക്യൂ നിൽക്കാതെ കയറാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ, നമുക്ക് VIP പാസ് എടുക്കാം. വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ VIP പാസ് എടുത്താൽ അതിന് 100 യൂറോ ഒരാൾക്ക് ടിക്കറ്റ് വരും. അപ്പം നമുക്ക് സ്കിപ്പ് ദ ലൈൻ വത്തിക്കാൻ മ്യൂസിയവും സ്കിപ്പ് ദ ലൈൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയും നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊളോസയാണ്. കൊളോസയം AD 70 കൊളോസയത്തിൻ്റെ പണി തുടങ്ങുന്നത്. AD 80 അതിൻ്റെ പണി തീരുന്നത്. അതിൻ്റെ പണി അതായത് വെസ്പേഷ്യൻ്റെ സമയത്ത് അത് ഫുൾഫിൽ ചെയ്യുന്നത് 110 ടൈറ്റസിൻ്റെ കാലത്താണ്. അതായത് ദ വെസ്പേഷ്യൻ ആംഫി തിയേറ്റർ എന്നാണ് അതിൻ്റെ ആദ്യത്തെ പേര്. 50,000-നും 75,000-നും ഇടയ്ക്ക് കാഴ്ചക്കാർക്ക് ഒരേ സമയം ഇരുന്ന് അതിനകത്ത് നടക്കുന്ന ഗ്ലാഡിയേറ്റർ ഷോസ്, അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനെ ആ കാലത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കൊളോസയത്തിന് അടിയിലെ ജയിലിലിട്ടിരിക്കുന്ന ആൾക്കാരെ സിംഹത്തിനും പുലിക്കും വിട്ടുകൊടുക്കുന്നത് കണ്ട് ആനന്ദിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ദ ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ അതിനകത്ത് കാണുന്നത് പോലെ ആവക ഒരു എൻ്റർടൈൻമെൻറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൊളോസയം. അത് ഈ ഏകദേശം ഇപ്പോൾ 2000 വർഷം പഴക്കമുണ്ട്. അതിങ്ങനെ റൗണ്ടായിട്ടാണ് പണിതിരിക്കുന്നത്, ഓവൽ റൗണ്ടായിട്ടാണ് അത് പണിതിരിക്കുന്നത്. 67 വെസ്പേഷ്യൻ ജെറൂസലേമിൽ നിന്ന് കൊണ്ടുവന്ന 95,000 യഹൂദ അടിമകളെ കൊണ്ടാണ് അത് പണിതിരിക്കുന്നത്. അത് ഒരു കോളം വേറൊരു കോളത്തിനെ സപ്പോർട്ട് ചെയ്ത് വലിയ കല്ലുകളിട്ട് ലോക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ പണി നടക്കുന്നത്. കൊളോസയം നിങ്ങൾ ഏതായാലും ഒന്ന് കാണേണ്ടതാണ്. കൊളോസയം കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും ദ റൂസൽ ക്രൗൺ ആസ് ദ ഗ്ലാഡിയേറ്റർ എന്നുള്ള സിനിമയൊന്ന് കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊളോസയം എന്താണെന്ന് മനസ്സിലാവും. മൂന്നാമത് ഞാൻ പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും കാണേണ്ടത് വത്തിക്കാൻ മ്യൂസിയമാണ്. വത്തിക്കാൻ മ്യൂസിയം 1501 വത്തിക്കാൻ മ്യൂസിയം തുടങ്ങുന്നത്. അതായത് 1500-കളിൽ 1500-ൻ്റെ അവസാനം ഇപ്പോഴത്തെ മരിയ മജോർ ഇരിക്കുന്ന ഭാഗത്ത് ഒരു വൈനിയാട് കുഴിച്ചപ്പോൾ ഒരു വലിയ സ്റ്റാച്ചു കിട്ടി. അപ്പോൾ അന്നത്തെ പോപ്പ് നമ്മുടെ മൈക്കിളാഞ്ചലോയെ അതിൻ്റെ വാല്യൂ കണക്കാക്കാൻ മൈക്കിളാഞ്ചലോയും വേറെ ഒരു ശില്പിയെ കൂടെ കിട്ടും. അവർ പോയിട്ട് പോപ്പിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് അത് മേടിച്ചു എന്ന് പറഞ്ഞു. ദ ലാക്കൂൺ ആൻഡ് ഹിസ് സൺസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ
അയാളുടെ 2 പിള്ളേരെയും ചുറ്റിക്കെട്ടി നിൽക്കുന്ന ഒരു സർപ്പത്തിൻ്റെ ഒരു ശില്പമായിരുന്നു, ഒരു സ്ട്രക്ചറായിരുന്നു. അത് മേടിച്ച് അത് വത്തിക്കാൻ്റെ ഫ്രണ്ടിൽ വെച്ചു. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. 1551 ഈ വത്തിക്കാൻ മ്യൂസിയം തുടങ്ങുന്നത്. വത്തിക്കാൻ മ്യൂസിയത്തിനകത്താണ് സിസ്റ്റൈൻ ചാപ്പൽ. സിസ്റ്റൈൻ ചാപ്പലിനാണ് മാർപ്പാപ്പ കുർബാന ചെല്ലുന്നത്. സിസ്റ്റൈൻ ചാപ്പലിനകത്താണ് നമ്മുടെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റും, മൈക്കലാഞ്ചലോയുടെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റും ഇത് ബർത്ത് എന്ന് പറഞ്ഞ അതിൻ്റെ സീലിങ്ങിലുള്ള പടങ്ങളും എല്ലാം സിസ്റ്റൈൻ ചാപ്പലിലാണ്. അപ്പോൾ അതുകൊണ്ട് വത്തിക്കാൻ മ്യൂസിയത്തിനകത്ത് കയറിയാലേ സിസ്റ്റൈൻ ചാപ്പൽ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ വത്തിക്കാൻ മ്യൂസിയവും സിസ്റ്റൈൻ ചാപ്പലും കാണണം. 3. 4 എന്ന് പറയുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. നമ്മൾ പറഞ്ഞു സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഉൾപ്പെടെ റോമിൽ 4 പാപ്പൽ ബസിലിക്കകളാണുള്ളത്. അതായത് 1 സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, 2 സാൻ ജോവാനി, 3 മരിയ മജോറെ, 4 ദ പീറ്റർ ആൻഡ് പോൾ എന്ന് പറയുന്ന ദ സെൻറ്റ് പോൾ ബസിലിക്ക. അതായത് ഇതിനു ശേഷം നമ്മുടെ ഇതിനു മുമ്പിലത്തെ പോപ്പിനെ അടക്കിയിരിക്കുന്ന സെൻറ്റ് ഫ്രാൻസിസിനെ അടക്കിയിരിക്കുന്ന പോപ്പ് ഫ്രാൻസിസിനെ അടക്കിയിരിക്കുന്ന മരിയ മജോറെ എന്ന് പറയുന്ന പള്ളി, മാതാവിൻ്റെ പേരിലുള്ള ബസിലിക്ക, അത് നിങ്ങൾ മസ്റ്റായിട്ടും കാണണം. പിന്നെ പോൾ ആൻഡ് പീറ്റർ, അതായത് പൗലോസ് ശ്ലീഹായെ അടക്കിയിരിക്കുന്ന പോൾ ആൻഡ് പീറ്റർ എന്ന് പറയുന്ന ബസിലിക്ക, അത് നിങ്ങൾ കാണണം. പിന്നെ സാൻ ജോവാനി ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ബസിലിക്ക, അത് നിങ്ങൾ കാണണം. അപ്പോൾ 4 2 6 പിന്നെ 7 എന്ന് പറയുന്നത് സാൻ ജോവാനി പള്ളിയുടെ തൊട്ടടുത്ത് സ്കാല സാന്ത എന്ന് പറയുന്ന ഒരു സ്റ്റെപ്സ് ഉണ്ട്. അതായത് യേശു ക്രിസ്തുവിനെ പിലാത്തോസിന്റെ അരമനയിലേക്ക് വിസ്തരിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ യേശു ക്രിസ്തു മുട്ടയിൽ കയറിപ്പോയ സ്റ്റെപ്സ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഹെലേന രാജ്ഞി 325 ഇവരാണ് അന്ന് യൂദയായും പലസ്തീനും ആ ഭാഗങ്ങൾ, ജെറൂസലേമും ആ ഭാഗങ്ങളെല്ലാം ഭരിച്ചിരുന്നത് റോമാക്കാരാണ്. ആ കാലത്ത് ഇവിടുത്തെ പട്ടാളക്കാരെ കൊണ്ട് കപ്പലിൽ പോയി യേശു ക്രിസ്തുവിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ അനുബന്ധ കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് ഈ സ്കാല സാന്ത. അപ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതും നമ്മൾ കാണണം. അതിനുശേഷം സാന്ത ക്രോച്ചെ ദ് ജെറൂസലേമേ എന്ന് പറയുന്നത്, അതിന് ഈ സാൻ ജോവാനി എന്ന് പറഞ്ഞ ബസിലിക്കയും തൊട്ടടുത്ത് തന്നെ സാന്ത ക്രോച്ചെ ദ് ജെറൂസലേമേ എന്ന് പറഞ്ഞൊരു ബസിലിക്കയുണ്ട്. അത് പാപ്പൽ ബസിലിക്കയിൽ പെടുന്നതല്ല. അതിനകത്ത് 5 റിലിക്സുകളുണ്ട്. ഇതും എല്ലാം ഹെലേന രാജ്യം തന്നെ കളക്ട് ചെയ്ത്, അതായത് യേശു ക്രിസ്തുവിനെ അടക്കിയ പൊതിഞ്ഞിരുന്ന കച്ചയുടെ ഒരു റിപ്ലിക്ക, അതുപോലെ മുൾക്കിരീടത്തിൻ്റെ ഒരു പാർട്ട്, കുരിശിൻ്റെ ഒരു പാർട്ട്, തോമാസ് ലീഹായുടെ വിരല്, പിന്നെ ഏതോ ഒരു റിലീക്സ് ഇവിടെ, അങ്ങനെ 5 റിലീക്സുകൾ ആ പള്ളിയിലുണ്ട്. അപ്പോൾ അതായത് സാന്ത ക്രോച്ചെ ദ് ജെറൂസലേം, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും കാണണം. പിന്നെ കൊളോസിയം കാണുന്ന ടിക്കറ്റിനകത്ത് തന്നെ ഉള്ളതാണ് റോമൻ ഫോറം. റോമൻ ഫോറം എന്ന് പറഞ്ഞാൽ BC 753 റോമ നഗരം ഉണ്ടാകുന്നത്. അതിൻ്റെ ഇന്നത്തെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഈ റോമൻ ഫോറം എന്ന് പറയുന്നത്. അപ്പം ഇത് എല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇമ്പീരിയൽ റോമിനകത്ത് നമുക്ക് കാണേണ്ടത് പിന്നെ ഇതിനകത്ത് 2 കാര്യമാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നു. ഒന്ന്, കാറ്റക്കൊമ്പ് എന്ന് പറഞ്ഞാൽ ആദിമകാലത്ത് ക്രിസ്ത്യാനികളെ അടക്കിയിരിക്കുന്ന സെമിട്രിയാണ്. നമ്മൾ ഡയറക്റ്റ് പറഞ്ഞാൽ സെമിട്രിയാണ് കാറ്റക്കൊമ്പ്. അത് നമുക്ക് 45 മിനിറ്റാണ്, 10 യൂറോയാണ് അതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ്. കാറ്റക്കൊമ്പ് നിങ്ങൾ കാണണം. പിന്നെ പൗലോസ് ശ്ലീഹായുടെ തല വെട്ടിയ ഒരു പള്ളിയുണ്ട്, അതും നമുക്ക് കാണാം. ത്രേ ഫൊന്താന എന്ന് പറയും. അപ്പോൾ പൗലോസ് ശ്ലീഹായുടെ തല വെട്ടിക്കഴിഞ്ഞ് ഈ തല തെറിച്ച് 3 സ്ഥലത്ത് ഇങ്ങനെ ജമ്പ് ചെയ്ത് തറയിൽ മുട്ടി. ആ 3 സ്ഥലത്ത് 3 ഫൗണ്ടർ ഉണ്ടായെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ത്രേ ഫൊന്താന എന്ന് പറയുന്ന സ്ഥലവും നിങ്ങൾ കാണണം. അതിനുശേഷം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത് ഇമ്പീരിയൽ റോം എന്ന് പറഞ്ഞാൽ BC 753 റോമളൂസ് എന്ന് പറയുന്ന രാജാവാണ്. റോമളൂസും പെറൂസുമാണ് അന്നൂടെ ഭരിച്ചിരുന്നത്. ഇവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ അവസാനം റോമളൂസ് പെറൂസിനെ കൊല്ലുകയും, റോമളൂസാണ് ഈ ക്യാപിറ്റോളിന് ഉള്ളിലും പാലറ്റൈൻ ഹില്ലിലും കൂടെ ഈ ഡൗൺ ടൗൺ സ്ഥാപിച്ചത്. അപ്പം അവിടെയുള്ള 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, പാന്തയോൺ 58 മീറ്ററാണ് അതിൻ്റെ റേഡിയസ്, 58 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. BC 27 അതിൻ്റെ പണി തുടങ്ങുന്നത്. AD 14 അതിൻ്റെ പണി തീരുന്നത്. അന്നത്തെ കാലത്തെ ഒരു ഓൾഡ് ഗോഡ്സ് ടെമ്പിളായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൊക്കം തന്നെയാണ് അതിൻ്റെ റേഡിയസും. അതിൻ്റെ മുകളിൽ ബീം ഇല്ലാതെയാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വാർത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒത്ത സെൻറ്ററിൽ
3 മീറ്റർ റേഡിയസിൽ ഒരു ഹോളുണ്ട്. അതിനകത്തൂടെയാണ് ഈ പാന്തയോണിനകത്തോട്ട് വെള്ളം ഇറങ്ങി വരുന്നത്. എന്ന് പറഞ്ഞാൽ 2000 ചില്ലാനം വർഷം പഴക്കമുണ്ടെന്ന് ആലോചിക്കണം. അതിൻ്റെ തൂണുകളൊക്കെ നിങ്ങൾ കാണണം. ഒരു ടെക്നോളജി ഇല്ലാഞ്ഞ കാലത്ത് ഇത്രയും വലിയ കരിങ്കൽ തൂണുകൾ അല്ലെ മാർബിൾ തൂണുകൾ എങ്ങനെ ഉണ്ടാക്കി എന്ന് നമ്മൾ അതിശയിച്ചു പോകും. അപ്പോൾ പാന്തയോൺ നിങ്ങൾ കാണണം. അതുപോലെ തന്നെയാണ് ഫൊന്താന ദി ത്രേവി എന്ന് പറയും. അതായത് ഒരു ഫൗണ്ടനാണ്, ഒരുപാട് വർഷം പഴക്കമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് കാണുന്ന ഒരു ഫൗണ്ടനാണ് ഫൊന്താന ദി ത്രേവി. അവിടെ തിരിഞ്ഞു നിന്ന് നമ്മൾ പൈസ ഇട്ട് ആ പൈസ വെള്ളത്തിൽ വീണാൽ നിങ്ങൾ ഈ സിറ്റിയിൽ വീണ്ടും വരും എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ അതും നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. അതുപോലെ തന്നെ പിയാസ വെനീസിയ. പിയാസ വെനീസിയ എന്ന് പറയുന്നത് അതൊരു അൾത്താര ദെല്ല പിയാത്ത എന്നും പറയും. അത് ഒരു അൺനോൺ സോൾജിയറുടെ തോമ്പിൻ്റെ മുകളിലാണ് പണിതിരിക്കുന്നത്. അതിന് 24 മണിക്കൂറും കെടാത്ത ഒരു കെടാവിളക്ക് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു പട്ടാളക്കാരുടെ കാവലുണ്ട്. അത് ഒരാഴ്ച ആർമിയാണ്, പിന്നെ ഒരാഴ്ച നേവി, പിന്നെ ഒരാഴ്ച അടുത്ത സെക്ഷൻ, അങ്ങനെയാണ് അതിൻ്റെ കാവല്. പിന്നെ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ റൂമിൽ കാണണം. പിന്നെ റൂമിലെ നല്ല ഇറ്റാലിയൻ ഫുഡും. ഇതാണ് ഉറപ്പായിട്ട് നിങ്ങൾ കാണണമെന്ന് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്ന കാര്യം. ഇതിനെ ഓരോ കാര്യത്തെപ്പറ്റിയും വളരെ വിശദമായിട്ട് പറയാനുണ്ട്. അത് പറയാൻ പോയാൽ ഉടനെ എങ്ങും വീഡിയോ തീരിയല്ല. അത് ഞാൻ ഓരോന്നായിട്ട് പയ്യെ പുറകെ നിങ്ങളോട് വിശദീകരിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.